നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിയാണ്. ഇപ്പോൾ ചെയ്യുന്ന വീഡിയോ അല്പസമയം മുമ്പ് നിർമ്മാതാക്കളുടെ സംഘടന ഒരു ലിസ്റ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. മലയാള സിനിമ ഫെബ്രുവരിയിലെ മലയാള സിനിമയുടെ കണക്ക് 17 സിനിമകൾ. മലയാള സിനിമ ഫെബ്രുവരി മാസത്തിൽ 17 സിനിമകളാണ് റിലീസ് ചെയ്തത്. 17 സിനിമകൾ. ഒരു സിനിമയ്ക്ക് ഒരു ലാഭമില്ല എന്നാണ് ഇപ്പോൾ ഈ സിനിമാ കണക്കുകൾ പുറത്തുവിടുന്നത്. ഒരു സിനിമയ്ക്കും ലാഭമില്ല എന്ന് ഇവർ കണക്ക് പുറത്തുവിടുന്നു. ഇപ്പോൾ തിയേറ്ററിൽ ഓടുന്നത് വെറും 4 സിനിമകൾ. ഫെബ്രുവരിയിൽ ഇറങ്ങിയാലും 4 സിനിമകൾ ഇപ്പോൾ തിയേറ്ററിൽ ഓടുന്നതായിട്ടും ആ കണക്ക് പറയുന്നുണ്ട്. ഇത് ലാഭത്തിലെത്തിയിട്ടില്ല എന്നും പറയുന്നു. എന്നാൽ ഫെബ്രുവരിയിൽ ഇറങ്ങിയ സിനിമയിൽ 4 സിനിമകൾ ഓടുമ്പോൾ ചില സിനിമകൾ ലാഭത്തിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അങ്ങനെ സിനിമ ഓടുന്നുമുണ്ട്. 13 കോടി മുടക്കിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി നേടിയത് 11 കോടി രൂപയാണ്. 13 കോടി രൂപ മുടക്കിയ സിനിമയ്ക്ക് 11 കോടി രൂപയാണ് നിർമ്മാതാക്കൾ കണക്കിൽ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ആ സിനിമ ഇപ്പോഴും റൺ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത് ലാഭത്തിലെത്താനുള്ള എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും ആർക്കും ഇല്ല എന്ന് ഉറപ്പിച്ച് തന്നെ പറയാം. അതോടൊപ്പം 10 കോടി മുടക്കിയ ഗെറ്റ് സെറ്റ് ബേബി 1.5 കോടി രൂപ പോലും കളക്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. 1.5 കോടി രൂപ പോലും കളക്ട് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അതോടൊപ്പം 5 കോടിയിലേറെ മുടക്കിയ മച്ചാൻ്റെ മാലാഖ നേടിയത് 40 ലക്ഷം എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെയാണ് ഇവർ കണക്ക് പുറത്ത് വിട്ടിരിക്കുന്നത്. എന്തായാലും ഈ കണക്ക് മൊത്തത്തിൽ നമുക്ക് കാണുമ്പോൾ ഒരു സിനിമ പോലും വിജയമില്ല എന്ന് തന്നെയാണ് ഇവർ കാണിക്കുക. അങ്ങനെ വരുമ്പോൾ ഒരു നിർമ്മാതാക്കളും മലയാള സിനിമയിലേക്ക് വരാനുള്ള ഒരു ധൈര്യം കാണിക്കില്ല എന്നത് ഉറപ്പാണ്. കാരണം ഇത്തരം കണക്കുകൾ പുറത്തു കഴിഞ്ഞ തവണ കണക്ക് വിട്ടപ്പോൾ വലിയ വിവാദമുണ്ടായി. അന്ന് തന്നെ പറഞ്ഞിരുന്നു എല്ലാ മാസവും സിനിമയുടെ കണക്ക് പുറത്ത് വിടുമെന്ന് ഇവർ പറഞ്ഞു. പക്ഷേ കറക്റ്റായിട്ട് തന്നെ ഫെബ്രുവരിയിലെ കണക്ക് വിടുന്നു. ഇവർ പുറത്ത് വിട്ടിരിക്കുന്ന കണക്കുകൾ എപ്രകാരമാണെന്ന് ഞാനിപ്പോൾ പ്രഷറുമില്ല അതൊന്ന് കൃത്യമായിട്ട് അക്കമിട്ട് വായിക്കാം. ഇഴ എന്ന സിനിമയ്ക്ക് 63 ലക്ഷം രൂപയാണ് മുടക്കം മുതൽ വന്നിരിക്കുന്നത്. അത് തിയേറ്റർ ഷെയർ വന്നിരിക്കുന്നത് 45,000 രൂപയാണ്. അതോടൊപ്പം തന്നെ ലവ് ഡെയിൽ എന്ന സിനിമയ്ക്ക് 1 കോടി രൂപ മുടക്കുന്നുണ്ട്. 10,000 രൂപയാണ് തിയേറ്റർ ഷെയർ വന്നിരിക്കുന്നത്. നാരായണീൻ്റെ 3 ആൺമക്കൾ 5 കോടി രൂപ മുടക്കുന്നുണ്ടെങ്കിൽ 33 ലക്ഷം രൂപയോളാണ് അവർക്ക് ഷെയർ വന്നിരിക്കുന്ന തിയേറ്ററിൽ നിന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ബ്രഹ്മാൻസ് എന്ന സിനിമയ്ക്ക് 8 കോടി രൂപ മുടക്കുന്നുണ്ട്. 4 കോടി രൂപയാണ് വന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. 8 കോടി രൂപ മുടക്കമുള്ളത് 4 കോടി രൂപ ഷെയർ വന്നിരിക്കുന്നത്. അത് ഇപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇവർ പറയുന്ന കണക്ക്. നിർമ്മാതാക്കളുടെ സംഘടന പുറത്തുവിട്ടിരിക്കുന്ന കണക്കാണ് കേട്ടോ. അത് ദാവീദ് 9 കോടി രൂപ മുടക്കും. നേരത്തെ പറഞ്ഞു 9 കോടി രൂപ മുടക്കുള്ള ദാവീദ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത് 3.5 കോടി രൂപയാണ് ഷെയർ വന്നിരിക്കുന്നത്. പൈങ്കിളി എന്ന സിനിമയ്ക്ക് 5 കോടി രൂപ മുടക്ക് ഉണ്ടെങ്കിൽ അത് ഷെയർ വന്നിരിക്കുന്നത് 2.5 കോടി രൂപ മാത്രമാണ് ഷെയർ വന്നിരിക്കുന്നത്. അതോടൊപ്പം ഓഫീസർ ഓഫ് ഡ്യൂട്ടി ഞാൻ നേരത്തെ പറഞ്ഞു 13 കോടി മുടക്കും 11 കോടി ഷെയർ വന്നിരിക്കുന്നു. ചാട്ടുളി എന്ന സിനിമയ്ക്ക് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയ്ക്ക് 3.5 കോടി രൂപ മുടക്കും 32 ലക്ഷം രൂപ ഷെയർ വന്നു. 32 ലക്ഷം 3.5 കോടി രൂപ മുടക്കാണ് 32 ലക്ഷം ഷെയർ വന്നിരിക്കും. അതോടൊപ്പം തന്നെ തടവ് എന്ന സിനിമയുടെ കണക്കില്ല. അത് മുടക്ക് മുതലും ഇല്ല, എത്ര വന്നു എന്നുള്ള കണക്കും ഇവർക്ക് അവതരിപ്പിക്കാൻ പറ്റിയില്ല. അതോടൊപ്പം തന്നെ ഉരുൾ എന്ന സിനിമയ്ക്ക് 25 ലക്ഷം രൂപ മുടക്കും 1 ലക്ഷം രൂപ വരവുമുണ്ട്. 1 ലക്ഷം രൂപ ഷെയർ തിയേറ്ററിൽ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് മച്ചാൻ്റെ മാലാഖ നേരത്തെ പറഞ്ഞ 5 കോടിയും 40 ലക്ഷം വന്നു. ആത്മസഭ എന്നൊരു സിനിമയ്ക്ക് 1.5 കോടി രൂപ മുടക്കും 30,000 രൂപ വെറും 30,000 രൂപ ഷെയർ. എന്താണ് സിനിമയുടെ അവസ്ഥ എന്ന് 1.5 കോടി മുടക്കമുള്ള സിനിമയ്ക്ക് 30,000 രൂപയാണ് ഷെയർ വന്നിരിക്കുന്നത്. അതോടൊപ്പം അരിക് എന്നൊരു സിനിമ 1.5 കോടി രൂപ മുടക്കും 55,000 രൂപയാണ് ഷെയർ വന്നിരിക്കുന്നത്. 1.5 കോടി മുടക്കും 55,000 രൂപ ഷെയർ. ഇടിമഴ കാറ്റ് സിനിമയുടെ മുടക്ക് 5 കോടി രൂപയാണ് വന്നിരിക്കുന്നത്. 2 ലക്ഷം രൂപയാണ് 2 ലക്ഷത്തും സംതിങ് ആണ് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആപ് കൈസേ ഹോ എന്ന സിനിമയ്ക്ക് 2.5 കോടി രൂപ മുടക്കും ഷെയർ വന്നിരിക്കുന്നത് 5 ലക്ഷം രൂപയാണ്. തിയേറ്റർ ഷെയർ വന്നത് 5 ലക്ഷം രൂപയാണ്. രണ്ടാം യാമം എന്ന സിനിമയ്ക്ക് 2.5 കോടി രൂപ മുടക്കും 80,000 രൂപയുമാണ് ഷെയർ വന്നിരിക്കുന്നത്. അപ്പം ഇതാണ് നിർമ്മാതാക്കളുടെ സംഘടന പുറത്തുവിട്ടിരിക്കുന്ന കണക്ക്. ഇത് നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് നൽകിയ കണക്കാണ്. എത്ര രൂപ മുടക്കുണ്ടെന്നുള്ള കണക്ക് വരുന്നു. പിന്നെ തിയേറ്ററിൽ കിട്ടിയ ഷെയർ എടുത്തിട്ടുള്ള കണക്കാണ് ഇവർ അവതരിപ്പിച്ചത്. ഈ സിനിമയ്ക്കൊക്കെ അതിലപ്പുറം മുടക്കുണ്ട്. കാരണം ഒരു സിനിമയുടെ ബജറ്റ് വരുമ്പോൾ ഇതിൻ്റെ പിന്നീടുള്ള മാർക്കറ്റിങ്ങിന് നല്ല എമൗണ്ട് വരും. അതോടൊപ്പം തന്നെ ഓഡിയൻസ്, പത്രങ്ങളിലെ പരസ്യം, ഓൺലൈൻ മാർക്കറ്റിംഗ്, അത് ഇതിൻ്റെ ഇരട്ടി വരുന്നു. ഒരു സിനിമയ്ക്ക് 1 കോടി രൂപയെങ്കിലും മാറ്റി വെക്കണം. ഏറ്റവും വലിയ സിനിമയ്ക്ക് 1 കോടി രൂപയെങ്കിലും മാറ്റി വെക്കണം. അതോടൊപ്പം തിയേറ്ററിൽ ആളുകളെ കയറ്റി സിനിമ പിടിച്ചു നിർത്തുന്ന സമ്പ്രദായം കേരളത്തിൽ നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ പിടിച്ചു നിർത്താൻ വേണ്ടി അതിന് മുടക്കുന്ന പൈസ, അങ്ങനെ മുടക്കുമ്പോൾ ഭീകരമായ നഷ്ടമാണ് സിനിമയ്ക്ക് വരുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഒരു മലയാള സിനിമ ചെയ്യാൻ ഒരു നിർമ്മാതാവും കേരളത്തിലേക്ക് വരുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെയാണെങ്കിൽ സിനിമാ വ്യവസായം തകർന്നു. നിലവിൽ റംസാൻ മാസമാണ്. അതോടൊപ്പം ക്രിസ്ത്യൻസ് നോമ്പ് നടക്കുന്നു. മലയ്ക്ക് പോകുന്ന ആളുകളുണ്ട്. ഇതൊക്കെ നോക്കുമ്പോൾ പല തിയേറ്ററും അടഞ്ഞു കിടക്കുന്നു എന്നാണ് എനിക്ക് കിട്ടുന്നത്. ഇപ്പോൾ പല തിയേറ്ററും ഇപ്പോൾ അടഞ്ഞു കിടക്കുകയാണ്. തിയേറ്ററിൽ ആളില്ലാത്ത ഒരു പ്രശ്നമാണ്, നല്ല സിനിമകളും ഇല്ലാത്ത പ്രശ്നം അടഞ്ഞു കിടക്കുകയാണ്. 90% തിയേറ്ററിൽ അടഞ്ഞു കിടക്കുകയാണെന്നാണ് എനിക്ക് തിയേറ്റർ ഉടമകളുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ വലിയ വ്യവസായം, വലിയ
തകർച്ചയിലേക്ക് തന്നെ പോകുന്നു. അതോടൊപ്പം തന്നെ ഇനി തിയേറ്റർ ഉടമകൾ ആകെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്നത് എമ്പുരാൻ ഒരു സിനിമയ്ക്ക് വേണ്ടി. എമ്പുരാൻ 27-ാം തീയതി വരുമ്പോൾ അതൊരു വലിയ പ്രതീക്ഷയാണ് തിയേറ്റർ ഉടമകൾ. അത് വലിയ പ്രതീക്ഷയും ആത്മവിശ്വാസത്തോടു കൂടിയാണ് തിയേറ്റർ ഉടമകൾ കാത്തിരിക്കുന്നത്. ആ എമ്പുരാൻ സിനിമയെ വരവേൽക്കാൻ തന്നെയാണ് തിയേറ്റർ ഉടമകൾ കാത്തിരിക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം അതിന് മുന്നോടിയായി 20-ാം തീയതി നാളെ ലൂസിഫർ ചില തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നുണ്ട്. അതും ആളുകൾ കാണാൻ എത്തുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. എന്നാൽ എമ്പുരാൻ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ നിർമ്മാതാക്കൾ ഈ കണക്ക് പുറത്തുവിട്ടു. കഴിഞ്ഞ തവണ കണക്ക് പുറത്തുവിട്ടപ്പോൾ സിനിമയുടെ കണക്ക് പുറത്തു വിട്ടതുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായി. ഒരേ നടന്മാരുടെ ഇതൊക്കെ ബാധിക്കുന്നത് ഒരേ നടന്മാരുടെ കരിയറിനെയാണ്. അതൊരു ഒരു സംശയമില്ല. ഒരേ നടനെ വെച്ച് സിനിമകൾക്ക് ഇത്രമാത്രം നഷ്ടം വരുന്നത്, ആ നടനെ വെച്ച് സിനിമ ചെയ്യാൻ പിന്നീട് പ്രൊഡ്യൂസർമാർ വരാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാകും. അപ്പം ഈ നടന്മാരുടെ ജീവിതം അവരുടെ കരിയറിനെ ബാധിക്കുന്ന നിലയിലേക്കാണ് ഈ സിനിമയുടെ കണക്ക് പുറത്തു വിടുമ്പോൾ. കഴിഞ്ഞ മാസം കണക്ക് വിട്ടപ്പോൾ അത് വലിയ പ്രതിസന്ധി ഉണ്ടായി. അത് ഈ തവണയും അവർ വിടുമെന്ന് പറഞ്ഞ് കൃത്യമായി തന്നെ നിർമ്മാതാക്കൾ സംഘടന കണക്ക് പുറത്തുവിട്ടിരിക്കുന്നു. കഴിഞ്ഞ മാസം 100 കോടിയോളം നഷ്ടമുണ്ടെങ്കിൽ ഈ തവണ വന്നത് 50 കോടി. അപ്പോൾ 75 കോടിയെ മുടക്കുള്ളൂ, 50 കോടി നഷ്ടമെന്നാണ് ഈ കണക്ക് പറയുന്നത്. അങ്ങനെ നഷ്ടത്തിൻ്റെ കണക്കുകൾ മാത്രമാണ് മലയാള സിനിമയ്ക്കുള്ള. എന്തുകൊണ്ട് നഷ്ടമുണ്ടാകും എന്ന് ചോദിക്കുമ്പോൾ 2 കാര്യങ്ങളുണ്ട്. സിനിമയ്ക്ക് നല്ല കാമ്പുള്ള കഥകളുണ്ടെങ്കിൽ സിനിമ കാണും, നല്ല കഥയുണ്ടെങ്കിൽ സിനിമ കാണും. ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകൾ അത് വിജയത്തിലേക്ക് തന്നെ പോകാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളഞ്ഞ വിജയത്തിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവരെടുത്ത കണക്കാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് സിനിമയുടെ കളക്ഷൻ അവരിൽ എത്താറുണ്ട്. ഇന്നലെ വരെ എടുത്ത കണക്കാണ് ഇവർ ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത്. അതാണ് പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തിച്ചത്. ഈ കണക്കിന് പോയാൽ സിനിമാ വ്യവസായം വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. ആ പ്രതിസന്ധിയിലേക്ക് പോകുന്നതിൻ്റെ കണക്കാണ് ഇപ്പോൾ നിർമ്മാതാക്കളുടെ സംഘടന പുറത്തുവിട്ടിരിക്കുന്നത്. അത് വരും ദിവസങ്ങൾ ഈ താരങ്ങളുടെ ഭാഗത്തു നിന്നും ഇതിൻ്റെ ഒരു പ്രതികരണം ഉണ്ടാകേണ്ടതായി വരും. ഇത്തരം കണക്കുകൾ പുറത്തുവിടുമ്പോൾ താരങ്ങൾക്ക് അത് വലിയ ദൂഷ്യം ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് താരങ്ങളുടെ കരിയറെ ബാധിക്കുന്നുണ്ടോ എന്ന കാര്യവും ഒന്ന് പരിശോധിക്കേണ്ടതായി വരും. ഇതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.